മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യകന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതുമൂലം. യാഗം നടത്തുന്ന അവസരത്തിൽ യാഗശാല ഉഴുതു. യാഗശാല ഉഴുന്ന അവസരത്തിൽ ആ ഉഴവുചാലിൽ നിന്ന് ലഭിച്ചവളാണ് സീതാദേവി. തൻ്റെ മകളായി ആ പെൺകുഞ്ഞിനെ വളർത്തി. ആ അവസരത്തിൽ ഒരു ദിവസം നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. നാരദ മഹർഷി അദ്ദേഹത്തോട് പറഞ്ഞു, ഭഗവാൻ മഹാവിഷ്ണു രാവണവധാർത്ഥമായിട്ട് ശ്രീരാമചന്ദ്രനായി അയോധ്യയിൽ ദശരഥൻ്റെ മകനായി അവതരിച്ചിട്ടുണ്ട്. ആ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വിവാഹം കഴിക്കും. ശ്രീരാമചന്ദ്രൻ ഇവിടെ എത്തിച്ചേരും തൻ്റെ ഗുരുനാഥനായ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം. ആ അവസരത്തിൽ സീതാദേവിയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു.